NHS വീണ്ടും പിന്നോട്ട്. ബ്രിട്ടനിലെ ആരോഗ്യ സേവനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയത് 21% മുതിർന്നവർ മാത്രം. നാഷണൽ ഹെൽത്ത് സർവീസിന്റെ പ്രവർത്തനം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ സംതൃപ്തി വളരെ താഴ്ന്ന നിലയിലാണ്. ബ്രിട്ടനിലെ മുതിർന്നവരിൽ 21% പേർ മാത്രമാണ് NHS ആരോഗ്യ സേവനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചത്. GP സേവനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയവരുടെ അനുപാതം 31%ലേക്ക് കുറഞ്ഞു. കിങ്സ് ഫണ്ടിനൊപ്പം ഡാറ്റ വിശകലനം നടത്തിയ നഫീഡ്സ് ട്രസ്റ്റിന്റെ പോളിസി അനലിറ്റിക്സ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. നിലവിലെ ലേബർ സർക്കാരിനും ഈ റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. അധികാരത്തിലെത്തിയ ശേഷം ഏകദേശം 1 വർഷം പിന്നിടുമ്പോഴും NHS സേവനങ്ങളിലെ പ്രശ്നങ്ങൾ തുടർച്ചയായി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. NHS പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കാത്തിരിപ്പ് സമയം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുമെന്നത് ലേബർ പാർട്ടിയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. അതിന്റെ ഭാഗമായി വിവിധ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒടുവിലായി NHS ഇംഗ്ലണ്ടിന്റെ പുനഃസംഘടനയും അതിലൊന്നായിരുന്നു. കഴിഞ്ഞ ലേബർ സർക്കാർ 2010-ൽ അധികാരത്തിൽ നിന്ന് വിട്ടപ്പോൾ NHSന്റെ സേവനങ്ങൾ 70% സംതൃപ്തരായിരുന്നു. 2019-ൽ കോവിഡ് മഹാമാരിക്ക് മുൻപ് ഈ സംഖ്യ 60%ആയിരുന്നു. എന്നാൽ മഹാമാരിക്ക് ശേഷം NHS സേവനങ്ങൾ ദ്രുതഗതിയിൽ ക്ഷയിക്കുകയും പൊതുജനങ്ങളുടെ അവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും NHS ദന്ത ചികിത്സയോടുള്ള സംതൃപ്തി 2019-ൽ 60% മുതൽ കഴിഞ്ഞ വർഷം 20%ലേക്കാണ് എത്തിയത്. ദന്ത സംരക്ഷണത്തിൽ 55% പേർ ഇപ്പോൾ അതൃപ്തരാണ്. മറ്റേതെങ്കിലും ആരോഗ്യ സേവനത്തെക്കാൾ ഇതിൽ അധികം പരാതികൾ ഉയരുന്നുണ്ട്. പുതിയ പഠന ഫലങ്ങൾ NHS അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ അനാവരണം ചെയ്യുന്നതായും സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന വെല്ലുവിളികൾ വലുതാണെന്നും കിങ്സ് ഫണ്ടിന്റെ മുതിർന്ന ഗവേഷകർ അഭിപ്രായപ്പെട്ടു.